ഗുഡ് മോർണിംഗ് സർ. സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ 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 കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓഡിയബിൾ ആണല്ലോ? ഓഡിബിൾ ആണ്. ഓക്കെ. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു സന്തോഷം നേരുന്നു. ഒരുപാട് ആളുകൾ ഈ സമയത്ത് വളരെ നേരത്തെ എണീറ്റ് ഈ പ്ലാറ്റ്ഫോമിൽ വന്നുകൊണ്ട് എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ നേടണം എന്ന ചിന്തയോടുകൂടി അന്നത്തെ ദിവസം പോസിറ്റിവിറ്റി ആവണം എന്ന് മനസ്സിലാക്കിയിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരെയും ഞാൻ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായി സംവദിക്കാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണാലിറ്റിയെ നമുക്ക് എങ്ങനെ മനോഹരമാക്കാം എന്നതിനെ കുറിച്ചാണ്. അതിനു മുമ്പ് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് അഷ്റഫ് വലിയോറ. മലപ്പുറം ജില്ലയിലെ വേങ്ങരക്കടുത്താണ് സ്വദേശം. ഒരു ഹോസ്പിറ്റൽ അഡ്മിൻ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നു. ഒരു മോട്ടിവേഷൻ സ്പീക്കറായി ഇപ്പോൾ ഞാൻ ക്ലാസ്സുകൾ നടത്തി വരുന്നു. എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ സംഗമത്തിലേക്ക്, ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, നമ്മൾ ഒരാളെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ, നമ്മൾ ഒരാളെ കുറിച്ച് അളക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെയാണ് അദ്ദേഹത്തെ നമ്മൾ മനസ്സിലാക്കാൻ അത് ഉപയോഗപ്പെടുത്തുന്നു അല്ലെ? നമ്മൾ ഒരാളെ കാണുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ പെരുമാറ്റമാണ്. നമ്മുടെ വ്യക്തിത്വത്തെ മനോഹരമാക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഒരുപാട് അനുഭവം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. നമ്മുടെ യാത്രകള്, അറിവുകള്, ഇതൊക്കെ നമ്മുടെ വ്യക്തിത്വത്തെ മനോഹരമാക്കും, ആകർഷകമാക്കും. അതിനുതകുന്ന പ്രധാനപ്പെട്ട ചില പോയിന്റുകളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി സംസാരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം കൂടി നമ്മുടെ സമയപരിധിയിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ അല്പ പ്രയാസമുള്ളത് കൊണ്ട് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം നമുക്കിന്ന് സംസാരിക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ എന്തായിരിക്കും, നമ്മൾ ഒരാളെ കണ്ടുമുട്ടുന്നു. അപരിചിതനാവട്ടെ പരിചിതനാവട്ടെ ആരാവട്ടെ, ഒരാളെ നമ്മളെ ഫേസ് ചെയ്ത് വരുമ്പോൾ നമ്മൾ എന്താണ് ആദ്യമായിട്ട് അദ്ദേഹത്തിന് കൊടുക്കുക? ആർക്കൊന്ന് പറയാൻ പറ്റുമോ? നമ്മൾ ഒരാളെ കണ്ടുമുട്ടുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഒരാൾക്ക് നൽകുന്നത് എന്തായിരിക്കും? അൺമ്യൂട്ട് ചെയ്തിട്ട് ആരെങ്കിലും ഒന്ന് മൈക്ക് ഓൺ ആക്കിയിട്ട് പറഞ്ഞ സന്തോഷമായിരിക്കും. യെസ്, വെരി ഗുഡ് അല്ലെ? ഒരു ചിരി അല്ലെ? ആദ്യമായിട്ട് നമ്മൾ ഒരാളെ കാണുമ്പോൾ കൊടുക്കുന്ന ഒരു ചിരിയാണ് അല്ലെ? ആ ചിരി ഒരു പോസിറ്റീവ് ചിരി ആയിരിക്കണം, അല്ലെങ്കിൽ ആത്മാർത്ഥതയോടുള്ള ചിരി ആയിരിക്കണം അല്ലെ? നമ്മൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നതോടൊപ്പം തന്നെ വളരെ കോൺഫിഡന്റ് ആയി ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ചിരി. ഹലോ, എന്താ പറഞ്ഞോ? ഓക്കെ, നമ്മുടെ ചിരി അല്ലെ, അത് വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾക്കൊരു നഷ്ടവുമില്ലാതെ നമ്മുടെ ഓപ്പോസിറ്റുള്ള ആൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ ഒന്നാണ് നമ്മുടെ ചിരി അല്ലെ? ശരിക്ക് വളരെ മനോഹരമായി ചിരിക്കാൻ കഴിയുന്ന ആർക്കാ? വളരെ മനോഹരമായി ചിരിക്കാൻ കഴിയുന്ന ആർക്കാ? നല്ല മനസ്സുള്ള ആൾക്ക്. യെസ്, കറക്റ്റ്. നല്ല മനസ്സുള്ള ആളുകൾക്ക് അല്ലെ? മനസ്സിൽ ഒരു മാലിന്യമില്ലാത്ത ആളുകൾക്ക് മാത്രമാണ് വളരെ മനോഹരമായി ചിരിക്കാൻ കഴിയുന്നത്. എന്നാൽ നമ്മൾ കണ്ട ഏറ്റവും വലിയ മനോഹരമായ ചിരി ഏതെന്നറിയോ? നമ്മുടെ വീടുകളിലെ കൊച്ചുകുട്ടികളുടെ ചിരിയാണ് അല്ലെ? കളങ്കമില്ലാത്ത, വിദ്വേഷമില്ലാത്ത, അല്ലെങ്കിൽ ഒരു ദേഷ്യവുമില്ലാത്ത, അസൂയയില്ലാത്ത, വളരെ ആത്മാർത്ഥമായി ചിരിക്കുന്നത് അല്ലെ? അതാണ് ഏറ്റവും മനോഹരമായ ചിരി. ചിരി എന്ന് പറയുന്നത് കവിതയാണ് ശരി. അപ്പോൾ നമ്മൾ ഒരാളെ കണ്ടുമുട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി അടയാളപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മുടെ ചിരി. നമ്മൾ ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ട്, കോൺഫിഡൻറ്റോട് കൂടി ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നതോട് കൂടി തന്നെ നമ്മുടെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരി,
വിരിയുന്ന പൂക്കളേക്കാൾ മനോഹരമാണ് മനുഷ്യന്റെ പുഞ്ചിരി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഒരാളെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ചിരി മനോഹരമായി ചിരിക്കാനും അത് മറ്റുള്ളവർക്ക് പിന്നെ സന്തോഷം നൽകുന്ന ഒരു ഇമോഷനാണ്, ഒരു പോസിറ്റീവ് ഇമോഷനാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചിരിയെ നമ്മൾ എന്തുക മനോഹരമാക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ് പോയിന്റ് നമ്മുടെ വസ്ത്രധാരണയും. വസ്ത്രധാരണയിൽ ഒരാളെ നമുക്ക് അളക്കാൻ കഴിയും അല്ലേ? വളരെ കൃത്യമായി വ്യക്തമായി അല്ലെങ്കിൽ വളരെ നീറ്റായിക്കൊണ്ട് അവനവനിക്ക് യോജിക്കുന്ന ഒരു ഡ്രസ്സ് ഇടുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു കോൺഫിഡൻസ് കൂടും. ശരിയല്ലേ? ഇപ്പൊ നമ്മളൊരു ഫംഗ്ഷന് പോവുകയാണ്. ആ ഫംഗ്ഷന് പോകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ കല്യാണത്തിന് പോവുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട, അതായത് നമുക്ക് സൈസൊക്കെ പാകമായ, നമ്മുടെ പിന്നെ അളവ് പാകം, അതേപോലെ തന്നെ നമുക്ക് ആപ്റ്റായ, നമുക്ക് ഇഷ്ടപ്പെട്ട കളറൊക്കെ ഇട്ടിട്ട് നമ്മളൊരു പരിപാടിക്ക് പോകുമ്പോൾ സ്വാഭാവികം നമുക്കൊരു കോൺഫിഡൻറ്റ് കൂടും അല്ലേ? ആ ഡ്രസ്സൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ കണ്ണാടിന്റെ മുന്നിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻറ്റ്, ഒരു പ്രൗഡി തോന്നും അല്ലേ? കുഴപ്പമില്ല, ഉഷാറായിട്ടുണ്ട്. ആ ഒരു അങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് നമ്മൾ ഏത് സദസ്സിലേക്കും നമുക്ക് ധൈര്യമായി സന്തോഷത്തോടെ കോൺഫിഡൻറ്റോടെ കയറി പോകാൻ കഴിയും. ധൈര്യമായിട്ട് നമുക്ക് പോകും അല്ലേ? അതേസമയം നമ്മൾ വേറെ നമുക്ക് അത്ര ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ അളവുകൾ ചില പിന്നെ മാറ്റങ്ങളൊക്കെ ഉള്ള ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് നമ്മൾ ഇതുപോലെ കല്യാണത്തിന് പോകുന്നെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിൽ തന്നെ ഒരു ചിന്ത ഉണ്ടാവും, ഓ ഇത് പോരെ, ഡ്രസ്സ് അത്ര പോരല്ല, ഇത് മറ്റുള്ളവർ എന്തായിരിക്കും വിലയിരുത്തുക എന്നൊക്കെ നമ്മൾ ആലോചിച്ചിട്ടായിരിക്കും പരിപാടിക്ക് പോവുക. പോകുന്ന സമയത്ത് കല്യാണ വീട്ടിൽ എത്തുമ്പോൾ അവിടെ കുറെ ആളുകൾ ഇരിക്കുന്നുണ്ടാവും. അവർ മുന്നിലൂടെ പാസ് ചെയ്യുമ്പോൾ ചില ആളുകൾ ചിലപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടാളുകൾ അല്ലെങ്കിൽ അവർ എന്തേ പറഞ്ഞ് ചിരിക്കുന്നുണ്ടാവും. അപ്പൊ നമുക്ക് തോന്നും, ഓ അത് എന്നെ കുറിച്ച്, എന്റെ ഡ്രസ്സിനെ കുറിച്ചാണ് പറയുന്നത് തോന്നുന്നു അല്ലെ? ഡ്രസ്സ് ഒരു ആപ്റ്റില്ല, അല്ലെങ്കിൽ എനിക്കൊരു കളറ് പോരാ എന്ന് നമുക്ക് സ്വയം തോന്നും. നമ്മുടെ ചിന്ത മുഴുവൻ അന്ന് നമ്മുടെ ഡ്രസ്സിനെ കുറിച്ചായിരിക്കും അല്ലേ? നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ടാവും, കല്യാണപ്പോലെ ആളെ കാണുന്നുണ്ടാവും, മറ്റുള്ളവർ സംസാരിക്കുന്ന ഒക്കെ നമ്മുടെ മനസ്സിലപ്പോ ഇത് ഡ്രസ്സ് അത്ര എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവും. അതുകൊണ്ട് നമ്മുടെ ഡ്രസ്സിങ് അത് പരമാവധി നമ്മൾ കളർഫുള്ള് എന്നല്ല അതിന്റെ ഉദ്ദേശം, അല്ലെങ്കിൽ വലിയ വിലപിടിപ്പുള്ള വസ്ത്രം എന്നല്ല ഉദ്ദേശം. നമുക്ക് ആപ്റ്റ് ആവുന്ന, നമുക്ക് ഇഷ്ടപ്പെടുന്ന, നമുക്ക് യോജിക്കുന്ന ഒരു വസ്ത്രം നമ്മൾ അണിയുക എന്നതും നമ്മുടെ പേഴ്സണാലിറ്റി അടയാളപ്പെടുത്താൻ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ഇനി നമ്മുടെ സംസാരത്തിലുള്ള നമ്മുടെ ഡ്രസ്സിങ് വളരെ ഉഷാറാണ്, നമ്മുടെ ചിരിയും ഉഷാറാണ്. പക്ഷെ നമ്മുടെ സംസാരം ഒന്നിനും കൊള്ളില്ലെങ്കിൽ നമ്മുടെ ആ ഡ്രസ്സിങ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ പുഞ്ചിരി കൊണ്ടോ എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരിക്കലുമില്ല അല്ലേ? നമ്മൾ ഒരാളെ ഏറ്റവും കൂടുതൽ അടയാളപ്പെടുന്ന അദ്ദേഹത്തിന്റെ സംസാരമാണ് അല്ലെ? ഒരാളുടെ വ്യക്തിത്വത്തെ മനോഹരമാക്കുന്നതും ആകർഷമാക്കുന്നതും അദ്ദേഹത്തിന്റെ സംസാരമാണ്. നമ്മൾ ഒരാളെ വിലയിരുത്തും സംസാരം. അപ്പൊ ഏറ്റവും നമ്മുടെ പ്രധാനപ്പെട്ട, നമ്മുടെ വ്യക്തിത്വത്തെ മനോഹരമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ സംസാരമാണ്. സംസാരം എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് ഹെർട്ട് ചെയ്യാതെ, മറ്റുള്ളവർ മനസ്സിലാകുന്ന രൂപത്തിൽ വളരെ പിന്നെ മനോഹരമായി, വളരെ പിന്നെ ക്ലാരിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് വളരെ മനോഹരമായി സംസാരിക്കാൻ കഴിയാം. ഒരിക്കലും മറ്റുള്ളവർക്ക് പ്രയാസം സൃഷ്ടിക്കുന്ന ഒരു സംസാരമായി നമ്മുടെ സംസാരം മാറരുത്. മാത്രമല്ല നമ്മുടെ സംസാരം നമ്മളെപ്പോലും സ്വാധീനിക്കുന്നുണ്ടെന്ന് പറയും. നമ്മളെല്ലാ ദിവസവും പറയാണ്, ഞാൻ സാമ്പത്തികമായി വളരെ മോശമാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ആരോഗ്യം വളരെ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എനിക്ക് വേറെ ഗുണങ്ങളൊന്നുമില്ല, എനിക്ക് ഒരു കഴിവുകളൊന്നുമില്ല. ഇങ്ങനെ നമ്മൾ സ്വയം ഇങ്ങനെ ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മുടെ ഉപബോധ മനസ്സ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ക്യാച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ ചെവി, പഞ്ചേന്ദ്രിയത്തിൽപ്പെട്ട ചെവി, അത് ആ ചെവിയിലൂടെ അത് കേൾക്കുമ്പോൾ അത് കൂടുതൽ എഫക്ട് ചെയ്യുകയും അത് നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് എത്തുകയും അത് ഉപബോധ മനസ്സിൽ ഇമേജ് ആയിക്കൊണ്ട് ആ ഒരു ചിത്രമായിക്കൊണ്ട് അവിടെ നിൽക്കുകയും അത് ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കാലക്രമേണ മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പൊ നമ്മളെ കുറിച്ച് പോലും നമ്മൾ പറയുമ്പോൾ പോസിറ്റീവായ വാക്കുകൾ മാത്രമായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഒരിക്കലും നെഗറ്റീവ് വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാനേ പാടില്ല. അങ്ങനെ സ്ഥിരമായി ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു മേഖലയിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ ഏതാണോ നമ്മൾ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ രൂപത്തിലേക്ക് നമ്മൾ മാറും എന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ വാക്കുകൾ എന്ന് പറയുന്ന ഒരു വിത്തിനെ പോലെയാണ്. നമ്മൾ ആ വിത്ത് മനസ്സിലിട്ട് മുളപ്പിക്കുമ്പോൾ അതിൽ നിന്ന് വരുന്നത് നമ്മൾ എന്താണോ പോസിറ്റീവ് വിത്താണോ നമ്മൾ ഇട്ടതെങ്കിൽ അതിൽ നിന്ന് വളർന്നു പോകുന്നു സ്വാഭാവികമായിട്ട് പോസിറ്റീവ് ആയിരിക്കും. അതല്ല നെഗറ്റീവാണ് നമ്മൾ നമ്മുടെ മനസ്സിന് കൊടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഉപബോധ മനസ്സിന് കൊടുക്കുന്നതെങ്കിൽ അതിൽ നിന്ന് വളർന്നത് അങ്ങനത്തെ ചിന്തകളായിരിക്കും അല്ലെ? നമ്മുടെ വിശ്വാസം, നമ്മുടെ ആചാരം, നമ്മുടെ വികാരങ്ങളൊക്കെ വരുന്നത് നമ്മുടെ ചിന്തകളിൽ നിന്നാണ്. നമ്മുടെ സംസാരം
എന്താണോ നമ്മൾ സംസാരിക്കുന്നത് അതിൽ നിന്നാണ് പുറത്തു വരുന്നത്. നമ്മൾ അത് പറയാറുണ്ട് സാധാരണ, കുമ്പളം കൊത്തിയാൽ മത്ത മുളക്കില്ല എന്ന് പറയാറില്ലേ എന്ന് പറഞ്ഞ പോലെ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതായിരിക്കും തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ പരമാവധി എന്താക്കുക, നമ്മൾ പോലും നമ്മുടെ വാക്കുകളെ പോസിറ്റീവായി പറയാൻ ശ്രമിക്കുക, അല്ലെ? അതേപോലെ പറയേണ്ടതൊക്കെ അങ്ങ് പറയാൻ ശ്രമിക്കുക. നോ പറയേണ്ട അടുത്ത് അൺമ്യൂട്ട് ചെയ്യാണ്ടല്ലോ ആരോ ഒന്ന്. ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ? ഓക്കെ. അതേപോലെ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സ്ഥലത്ത് പറയേണ്ട രൂപത്തിൽ പറയാനാൽ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവും, അല്ലേ? നോ പറയേണ്ടടുത്ത് നമ്മൾ നോ തന്നെ പറയണം, യെസ് പറയുന്നിടത്ത് നമ്മൾ യെസ് തന്നെ പറയണം, അല്ലേ? പണ്ട് ഒരു കൃഷിക്കാരുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഈ കൗതുക വസ്തുക്കളുടെ വളരെ പ്രിയമായിരുന്നു. അത് എത്ര വില കൊടുത്തോ അദ്ദേഹം വാങ്ങും, എവിടെ കണ്ടാലും വാങ്ങും. അദ്ദേഹം ഒരു ദിവസം തൻ്റെ കൃഷി സാമഗ്രികളുമായി ഒരു ചന്തയിലേക്ക് പോയി. ചന്തയിൽ ചെന്നപ്പോൾ ചന്തയുടെ പടിഞ്ഞാറ് ഭാഗത്ത് വലിയൊരു ആൾക്കൂട്ടം. അദ്ദേഹത്തിന് അത്ഭുതം, എന്താ ഇത്ര ആളുകൾ അവിടെ തടിച്ചുകൂടിയിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് സംശയമായി. അദ്ദേഹം തൻ്റെ ചുമട് അവിടെ ഇറക്കി വെച്ചിട്ട് ആ ആളുകളെ ലക്ഷ്യമാക്കി നടന്നു. അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ തത്തയെ വിളിക്കുകയാണ്. തത്ത സാധാരണ തത്തയല്ല കേട്ടോ, എല്ലാ ഭാഷകളും അറിയുന്ന തത്തയാണ്. എല്ലാ ഭാഷയും തത്ത സംസാരിക്കും. അങ്ങനത്തെ തത്തയാണ് വിളിക്കുന്നത്. അപ്പൊ ഇദ്ദേഹം വലിയൊരു വില കൊടുത്ത്, കൗതുക വസ്തുക്കളുടെ പ്രിയമാണ്. നമുക്ക് ഓരോരുത്തർക്ക് ഓരോ ഹാബിറ്റ് ഉണ്ട്, ഓരോരുത്തർക്ക് പല പല ഹാബിറ്റ് ആയിരിക്കും, അല്ലേ? അത് നമ്മൾ എത്ര ക്യാഷ് മണി ചെലവാണ്, അങ്ങനെയാണല്ലോ. ചില ആളുകൾക്ക് പിന്നെ കളികളോടൊക്കെ താല്പര്യം, അല്ലെങ്കിൽ ചില ആളുകൾക്ക് സ്പോർട്സിനോടൊക്കെ താല്പര്യം, ചില ആൾക്ക് പഴയ നാണയങ്ങൾ ശേഖരിക്കുക, അല്ലെങ്കിൽ സ്റ്റാമ്പ് ശേഖരണം, അങ്ങനെ വ്യത്യസ്ത ഹാബിറ്റുകളുണ്ടാവും. ഇദ്ദേഹത്തിന് കൗതുക വസ്തുക്കൾ എവിടെ കണ്ടാലും അതിന് എത്ര ക്യാഷ് ചിലവാക്കാനും വേണ്ടി അദ്ദേഹം വാങ്ങിക്കും. അങ്ങനെ അദ്ദേഹം വലിയൊരു ക്യാഷ് കൊടുത്തുകൊണ്ട് അദ്ദേഹം ഈ തത്തയെ വാങ്ങി. തത്തയെ വന്ന് വീട്ടിലേക്ക് വന്ന് അദ്ദേഹം തത്തയെ ഭാര്യ ഏൽപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം വീണ്ടും ചന്തയിലേക്ക് പോയി. അങ്ങനെ വൈകുന്നേരം ചന്തയിൽ നിന്ന് അദ്ദേഹം തിരിച്ചു വന്നു നോക്കുമ്പോൾ തത്തയെ കാണാനില്ല. അദ്ദേഹത്തിന്റെ ഭാര്യയാണെങ്കിൽ വളരെ ഒരു ഭക്ഷണപ്രിയാണ്. നമുക്കറിയാം, നമ്മുടെ വീടുകളിലൊക്കെ സ്ത്രീകൾ, അല്ലെ, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നതിന് കൂടുതൽ താല്പര്യം, അല്ലെ, കഴിക്കുന്നതിനേക്കാറെ. അങ്ങനെ ഇവരെന്ത് ചെയ്തിക്കണ്, ഈ തത്തയെ പിടിച്ച് കറി വെച്ചിരിക്കും. ഭർത്താവ് വന്നു, ഭർത്താവ് ചോദിച്ചു, എവിടെ തത്ത എവിടെ വെച്ചു? ഭാര്യ പറഞ്ഞു, ഞാൻ അതിനെ കറി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ചൂടായി. ഞാൻ എത്രയോ ക്യാഷ് കൊടുത്ത് വാങ്ങിയ തത്തയാണ്, അത് മാത്രമല്ല എല്ലാ ഭാഷകളും അറിയുന്ന തത്തയാണ്, ആ തത്തയാണ് നീ കറി വെച്ചത് എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഭാര്യ വളരെ കൂളായിട്ട് പറഞ്ഞു, അങ്ങനെയെങ്കിൽ എല്ലാ ഭാഷകളും അറിയുന്ന തത്തയാണെങ്കിൽ ഞാൻ അതിൻ്റെ കഴുത്തിൽ കത്തി വെക്കുമ്പോൾ ആ തത്ത എന്നോട് പറയണമായിരുന്നു, നിങ്ങളുടെ ഭർത്താവ് വളരെ വില കൊടുത്താണ് എന്നെ വാങ്ങിയിട്ടുള്ളത്. മാത്രമല്ല എനിക്ക് എല്ലാ ഭാഷകളും അറിയാം, അതുകൊണ്ട് എന്നെ അറുക്കരുത് എന്ന് പറയണമായി. പക്ഷെ എല്ലാ ഭാഷകളും അറിയുന്ന ആ തത്ത ഏതെങ്കിലും ഒരു ഭാഷയിലോ അല്ലെങ്കിൽ സംസാരമോ എന്നോട് സംസാരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ആ തത്തയെ കറി വെച്ചത്. ഈ കഥ നമുക്ക് നൽകുന്ന സന്ദേശം എന്താ? നമ്മൾ സംസാരിക്കേണ്ടടുത്ത്, പറയേണ്ടടുത്ത് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ നമുക്കുണ്ടാവുന്ന പ്രയാസങ്ങളെ കുറിച്ചാണ് അത് ഈ കഥ നമ്മൾ ഓർമ്മപ്പെടും. അതുകൊണ്ട് സംസാരങ്ങളെ നമ്മൾ എപ്പോഴും മനോഹരമാക്കാൻ ശ്രമിക്കുക, അല്ലെ? പേർഷ്യൻ കവിയായ ജലാലുദ്ദീൻ റൂമിയുടെ വാക്കുകൾ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങളുടെ വാക്കുകൾ ഉയരട്ടെ, ശബ്ദം ഉയരേണ്ടതില്ല. മനോഹരമായ പൂക്കളെ വിരിയിക്കാൻ മഴയ്ക്ക് സാധിക്കും, പക്ഷേ ഇടിമുഴക്കത്തിനാവില്ല. എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ സംസാരത്തെ കുറിച്ച് ആ 4 വരികളിലൂടെ അദ്ദേഹം വ്യക്തമാക്കിയത്. നോക്കൂ നിങ്ങളുടെ വാക്കുകൾ ഉയരട്ടെ, അതായത് നിങ്ങളുടെ സംസാരങ്ങൾ ഉയരട്ടെ. മീൻസ് നിങ്ങൾ സംസാരിച്ചോളൂ, കമ്മ്യൂണിക്കേഷൻ ചെയ്തോളൂ, വ്യക്തമായി സംസാരിച്ചോളൂ, ആളുകൾക്ക് പറയുന്നു കൊടുത്തോളൂ, അല്ലെങ്കിൽ ആളുടെ മുമ്പിൽ നിങ്ങൾ സംസാരിച്ചോളൂ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ നിങ്ങളുടെ ശബ്ദം ഉയരേണ്ടതില്ല. അതായത് മറ്റുള്ളവർക്ക് ഹേർട്ട് ചെയ്യുന്ന രൂപത്തിൽ
പ്രയാസം സൃഷ്ടിക്കുന്ന രൂപത്തിൽ നിങ്ങൾ ആക്രോശിക്കേണ്ട എന്നാണ് പറഞ്ഞത് അല്ലേ? മനോഹരമായ പുഷ്പങ്ങളെ വിരിയിക്കാൻ മഴയ്ക്ക് സാധിക്കും, ഇടിമുഴക്കത്തിനാവില്ല. നമ്മുടെ സംസാരം കൊണ്ട്, നമ്മുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവർക്ക് സന്തോഷം നൽകാൻ, അവരുടെ സ്ഥാനം കിട്ടാൻ, അവരുടെ മനസ്സിൽ കയറിപ്പറ്റാൻ നമുക്ക് സാധിക്കും. പക്ഷെ അത് വലിയ ഉച്ചത്തിലിട്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടാക്കുന്ന രൂപത്തിൽ നമ്മൾ സംസാരിച്ചാൽ ഒരിക്കലും അങ്ങനെ സ്ഥാനം നമുക്ക് കിട്ടില്ല. അതാണ് അദ്ദേഹം വരച്ചു കാട്ടിയത്. മനോഹരമായ പുഷ്പങ്ങളെ വിരിയിക്കാൻ മഴയ്ക്ക് സാധിക്കും, പക്ഷെ ഇടിമുഴക്കത്തിനാവില്ല. അപ്പൊ നമ്മുടെ സംസാരം കൊണ്ട് മറ്റുള്ളവരെ, ഒരാളെ തളർത്താനും അതുപോലെ തന്നെ വളർത്താനും നമ്മുടെ സംസാരം കൊണ്ട് മതിയാവും അല്ലേ? നമ്മുടെ സംസാരം ഒരു വാക്ക് മതി ഒരുപക്ഷെ ഒരാളെ തളർത്താൻ, മറ്റു ഇഴത്താനും ഒക്കെ. അപ്പൊ സംസാരങ്ങൾ, നമ്മുടെ വാക്കുകൾ നമ്മൾ എന്ത് ചെയ്യുക? പരമാവധി മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്ന, അവർക്ക് പിന്നെ അഭിമാനം നൽകുന്ന രൂപത്തിൽ സംസാരിക്കാൻ നമ്മൾ ശ്രമിക്കുക. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, നമ്മുടെ പേഴ്സണാലിറ്റി അടയാളപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മുടെ സംസാരം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു, നമ്മുടെ പുഞ്ചിരി. രണ്ടാമത്തെ നമ്മുടെ ഡ്രസ്സിങ്. മൂന്നാമത്തത് നമ്മുടെ സംസാരം. ഓക്കെ. നാലാമത്തത് നമ്മുടെ സ്വയം അറിയുക. ശരിക്കും പറഞ്ഞ സെൽഫ് ലവ്. നമ്മുടെ കഴിവുകൾ, നമ്മുടെ കുറവുകൾ, അത് നമ്മൾ തിരിച്ചറിയുക. എല്ലാവർക്കും കഴിവുകളുണ്ട് അല്ലേ? കഴിവില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല, എല്ലാവർക്കും കഴിവുകളുണ്ട്. ദൈവം സൃഷ്ടിച്ചത് തന്നെ എല്ലാവരും ഏതെങ്കിലുമൊക്കെ ഒരു കഴിവ്. പക്ഷെ കഴിവ് നമ്മൾ കണ്ടെത്തണം. എന്താണ് നമ്മളുള്ള കഴിവ്, സ്കില്ല് എന്ന് നമ്മൾ കണ്ടെത്തേണ്ടത്. നമുക്കൊരു മനോഹരമായ ഒരു പാറ, അല്ലെങ്കിൽ നമുക്കൊരു പാറയിൽ നിന്നാണ് ഒരു ശില്പത്തെ സൃഷ്ടിക്കുന്നത് അല്ലേ? അതിന്റെ ബാക്കി ഭാഗങ്ങളെ ചെത്തി മിനുക്കിയിട്ടാണ് ശില്പം അതിൽ നിന്ന് രൂപം കൊള്ളുന്നത് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിൽ ഒരു സ്കില്ലുണ്ട്, നമുക്കൊരു കഴിവുണ്ട്. ആ കഴിവിനെ നമ്മൾ ഉപയോഗപ്പെടുത്താം. ശില്പത്തെ പോലെ മറ്റുള്ള നെഗറ്റീവ് ചിന്തകളൊക്കെ ഒഴിവാക്കിയിട്ട് മനോഹരമായ പോസിറ്റിവിറ്റിയെ, ആ ഒരു സ്കില്ലിനെ നമ്മൾ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. അപ്പോൾ മാത്രമാണ് നമുക്ക് നല്ലൊരു പേഴ്സൺ ആയി നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. നമ്മുടെ വ്യക്തിത്വം അടയാളപ്പെടുത്താൻ, അല്ലെങ്കിൽ അതിനെ മനോഹരമാക്കാൻ നമ്മുടെ കഴിവ് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടെത്തണം. അതായത് നമ്മുടെ കുറവുകൾ ഉണ്ടാവും അല്ലേ? എല്ലാ മനുഷ്യർക്കും എല്ലാം ഉണ്ടാവും, അങ്ങനെയല്ലല്ലോ, കുറവുകളും ഉണ്ടാവും. ആ കുറവുകൾ ഓവർകം ചെയ്യാൻ ശ്രമിക്കാം. നമ്മൾ നെഗറ്റീവുകളെ നമുക്ക് പ്രധാനപ്പെട്ട സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളോട് നമുക്ക് ചോദിക്കാം. ആത്മാർത്ഥമായി നമുക്ക് ആൻസർ ചെയ്യുന്ന ആളുകളുടെ മുമ്പിൽ നമുക്ക് ചോദിക്കാം, നമ്മുടെ പ്രശ്നങ്ങൾ എന്താണ്, നമ്മുടെ നെഗറ്റീവുകൾ എന്താണ്. അങ്ങനെ ചോദിച്ചിട്ട് ആ നെഗറ്റീവുകളെ ഓവർകം ചെയ്യാൻ എന്ത് ചെയ്യണം? നമ്മൾ ശ്രമിക്കണം. ഓക്കെ. നെക്സ്റ്റ് പോയിന്റ്, വികാരങ്ങളെ മനസ്സിലാക്കുക. നമുക്ക് ഒരുപാട് ഇമോഷനുകൾ ഉണ്ട് അല്ലേ? ദേഷ്യം, സന്തോഷം, സങ്കടം അല്ലേ? അതൊക്കെ അതിൻ്റെതായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ നമുക്ക് കഴിയണം. മറ്റൊരാൾ ദേഷ്യപ്പെടുമ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് നേട്ടം കിട്ടും, അല്ലെങ്കിൽ കേൾക്കുന്നവൻ എന്ത് നേട്ടം കിട്ടും എന്ന് നമ്മൾ ചിന്തിക്കണം. ഒരാൾ ദേഷ്യപ്പെടുമ്പോൾ രണ്ടു വട്ടം ആലോചിക്കണം നമ്മൾ, എന്തിനാണ് ഞാൻ അങ്ങനെ ദേഷ്യപ്പെടുന്നത്. അപ്പൊ നമ്മുടെ വികാരങ്ങളെ സ്വയം നിയന്ത്രിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അത് നമ്മുടെ വ്യക്തിത്വത്തെ മനോഹരമാക്കും. മറ്റൊരു പോയിന്റ്, ദയയും സഹാനുഭൂതി. ദയയും സഹാനുഭൂതി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അത് മനുഷ്യരോട് മാത്രമാണോ? അല്ല, സഹജീവികളോട്, ജന്തുജാലങ്ങളോട്, എല്ലാവരോടും നമുക്ക് എന്താവണം? ദയയും സഹാനുഭൂതിയും ഉണ്ടാവണം. മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം. അന്യന്റെ വേദന അറിയാൻ നമുക്ക് കഴിയണം. എനിക്കുള്ള വേദന മറ്റുള്ളവരുടെ വേദനയാണെന്നും അവന്റെ വേദന എൻ്റെ വേദനയാണെന്നും മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം. എല്ലാവരോടും ദയയോടെ പെരുമാറുക, സഹാനുഭൂതിയോടുകൂടി പെരുമാറുക. എല്ലാവർക്കും പ്രയാസങ്ങളുണ്ടാവും, എല്ലാവർക്കും പ്രതിബന്ധങ്ങളുണ്ടാവും. അവയൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാൻ, അവരോട് മാന്യമായി പെരുമാറാനും നമുക്കറിയാം. ദയയും സഹാനുഭൂതിയും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ അത് നമ്മുടെ പേഴ്സണാലിറ്റി മനോഹരമാക്കും. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നാണ് നല്ല കേൾവിക്കാരനാവുക അല്ലേ? നമുക്കറിയാം നല്ല കേൾവിക്കാരനാണ് നമ്മൾ. ഒരിക്കലും നമ്മുടെ സംസാരം മാത്രമാവും. ഒരാൾ സംസാരിക്കുമ്പോൾ ശരിക്കും പറയുന്നത് 70% നമ്മൾ എന്താണ് കേൾവിക്കാരനും 30% നമ്മൾ സംസാരിക്കുന്നതുമാണെന്ന് അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ നല്ല കേൾവിക്കാരനാണ് ശ്രമിക്കുക. നമുക്കറിയാം ചില ആളുകൾ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കും അല്ലേ? ഒരു കാര്യം ഉണ്ടാവില്ല. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കരുത്.
അർജന്റായിട്ട് ഇപ്പം നമ്മൾ എവിടേക്കും പോയി വഴിയിലായിരിക്കും ഇത്തരം ആളുകളെ കണ്ടുമുട്ടും. അവർ നമ്മൾ തടഞ്ഞു നിർത്തി ഒരു കാര്യമില്ലാത്ത നമുക്ക് ആവശ്യം കൊണ്ടേയിരിക്കും അല്ലെ. അങ്ങനെ ചില ആളുകളുണ്ട്. നമുക്കൊരു അവസരം തരാതെ അല്ലെ. പണ്ട് ഒരു ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു പോലും, നിങ്ങൾ ഉറക്കത്തിൽ ഇങ്ങനെ എന്നും സംസാരിക്കാറുണ്ട്. അപ്പൊ ഭർത്താവ് പറഞ്ഞതാ, അത് ശരിയാണ്, എനിക്ക് അപ്പോഴാണ് അവസരം കിട്ടുന്നത് സംസാരിക്കാൻ എന്ന് പറഞ്ഞാല് ഒരാളിൽ നിന്ന് സംസാരിക്കാൻ നമുക്ക് അവസരം കിട്ടുന്നില്ല. ഭാര്യ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. തമാശക്ക് പറഞ്ഞാണ്, അത് സത്യമാണ്. പല ആളുകളുടെയും പിന്നെ നമ്മൾ കാണാറുണ്ട് അങ്ങനെ അല്ലേ. നമുക്കൊരു അവസരം തരാതെ അവരങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ശരിക്കും അങ്ങനെ ചെയ്യാൻ ഒരിക്കലും നമ്മൾ പാടില്ല. ഇപ്പോ നമുക്കറിയാം, നമ്മുടെ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവർ കിട്ടിയ മാർക്കുമായി നമ്മളടുത്ത് ഓടി വരും അല്ലേ. അടുക്കളയിൽ ഉമ്മമാർ ഭയങ്കര ജോലിയിലായിരിക്കും. ഇതുമായി വരുമ്പോൾ കുട്ടി, അമ്മ എനിക്ക് ഇന്ന് പിന്നെ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്, വെരി ഗുഡ്, പിന്നെ ടീച്ചർ ഇട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചെറിയ മക്കൾ വരുമ്പോൾ നമ്മളെന്താ പറയാ, ഇത് പൊയ്ക്കാ, എനിക്ക് ഇവിടെ ഒരുപാട് പണികളുണ്ട് അല്ലേ. നമ്മൾ കുട്ടിയെ കാട്ടും. വളരെ സന്തോഷത്തോടു കൂടി വളരെ അഭിമാനത്തോടു കൂടി വരുന്ന കുട്ടിയുടെ മനസ്സിലേക്ക് നമ്മൾ നെഗറ്റീവ് ചിന്തകളാണ് കൊടുക്കുന്നത്. പാവം കുട്ടി അച്ഛൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഉപ്പയുടെ അടുത്ത് പോകും. ഒപ്പരാ വന്നിട്ട് വൈകുന്നേരം വന്ന് ഓഫീസ് വർക്ക് ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ സിസ്റ്റത്തിലോ മൊബൈലൊക്കെ വർക്ക് ചെയ്യുക അനിവാര്യത കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്തേക്കും കുട്ടി ഈ മാർക്കുമായി അച്ഛൻ്റെ അടുത്തെത്തുന്നു. അച്ഛൻ എന്താ പറയാ, അച്ഛാ നോക്കൂ, നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട്, ഒന്ന് മോളെ ഒന്ന് മാറി, ഞാൻ ഇതൊന്ന് കഴിയട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം. ഇങ്ങനെ നമ്മൾ പറയാറുണ്ടോ? ഉണ്ടാവും, നമ്മളൊക്കെ അനുഭവത്തിലുണ്ടാവും അല്ലേ. ആ കുട്ടിയുടെ മനസ്സിൽ അതുണ്ടാക്കുന്ന നെഗറ്റീവ് ചിന്തകൾ എത്രത്തോളം ഉണ്ടായിരിക്കും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് വലിയൊരു മേഖലയാണ്. പേരൻസ് ആൻഡ് സ്റ്റുഡൻസിന്റെ ഒരു മേഖല, വലിയൊരു മേഖലയാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, അത് പിന്നീട് ഒരിക്കലും നമുക്ക് സംബന്ധിക്കാം. അപ്പോൾ കേൾവിക്കാരാവാം നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക. ആര് പറയുന്നു കേൾക്കാനുള്ള മനസ്സ്. നമ്മളെ പാർട്ണേഴ്സ്, ഭാര്യയാവട്ടെ ഭർത്താവട്ടെ, ഇതൊക്കെ നമ്മൾ പരമാവധി എന്ത് ചെയ്യുക, അവരുടെ കേൾവി, അവരെ പറയുന്നത് കേൾക്കാനുള്ളൊരു മനസ്സ് കാണിക്കും. ഏതെങ്കിലും ദിവസത്തിന്റെ സമയം അവർക്ക് വേണ്ടി മാറ്റി വെക്കുക. ഒരിക്കലും നമ്മളെ എപ്പോഴും നമ്മളെ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ മൊബൈലിലൊക്കെ നോക്കി നമ്മുടെ സമയം പാഴാക്കാതെ അവരുമായി, മക്കളുമായി, നമ്മുടെ കുടുംബവുമായി അല്പസമയം ഇരിക്കാനുള്ള ഒരു മനസ്സ്, ഒരു സംവിധാനം നമ്മൾ എല്ലാ ദിവസവും ഉണ്ടാക്കാൻ ശ്രമിക്കും. ഓക്കെ, അപ്പോൾ നല്ല കേൾവിക്കാരാവാൻ നമ്മൾ ശ്രമിക്കുക. മറ്റൊന്ന്, ആത്മവിശ്വാസമുള്ളവരാവും. സെൽഫ് കോൺഫിഡൻസ്. നമ്മൾ വിശ്വസിക്കുക. സെൽഫ് കോൺഫിഡൻസ് അത് നമ്മൾ തന്നെ വിശ്വസിക്കുക. എന്ത് ചെയ്യാൻ കോൺഫിഡൻസ് ഉണ്ടാവും. ഏത് കാര്യത്തും കോൺഫിഡൻസ് നിർബന്ധമാണല്ലോ അല്ലെ. അപ്പോൾ കോൺഫിഡൻസ് ഉണ്ടാവാൻ ശ്രമിക്കുക. കോൺഫിഡൻസ് ആക്കുക. ഏത് കാര്യത്തിലാണ് അത് എനിക്ക് കഴിയും, എനിക്ക് സാധിക്കും, എനിക്കതിന് സാധിക്കും എന്നൊരു മനസ്സ്, ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ്. ആ ഒരു കോൺഫിഡൻറ്റോട് കൂടി നമ്മളെ സമീപിച്ചാൽ, ആളുകളെ സമീപിക്കുമ്പോൾ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ വ്യക്തിത്വത്തെ മനോഹരമാക്കും. ഓക്കെ, അടുത്ത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. എല്ലാ വെല്ലുവിളികളെ നേരിടാനുള്ള കഴിവ് നമുക്കുണ്ടാകും. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിനെ തരണം ചെയ്യാൻ നമുക്ക് കഴിയും. നിങ്ങൾ നോക്കൂ, നമ്മൾ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിച്ചതിന് ശേഷം നമുക്കുണ്ടാവുന്ന കോൺഫിഡൻറ്റും അതിന് മുമ്പ് ഉണ്ടാവുന്ന കോൺഫിഡൻസും വ്യത്യാസം ഉണ്ടാവും. ശ്രദ്ധിച്ച് നോക്കുന്നുണ്ടോ അല്ലേ. ഒരു പ്രശ്നത്തെ, നമുക്ക് മുന്നിട്ട് വന്ന പ്രശ്നം നമ്മൾ അഭിമുഖീകരിച്ചു കഴിഞ്ഞാൽ, അതിനെ ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് എന്തുണ്ടാവും, നല്ലൊരു കോൺഫിഡൻറ്റ് കൂടും അല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അത് നമ്മുടെ പേഴ്സണാലിറ്റിയെ ആകർഷകമാക്കും. മറ്റൊന്ന്, അറിവുകൾ നേടുക. ഒരുപാട് അറിവുകൾ നേടുക. അറിവ് എന്ന് പറയുന്നത് ഒരിക്കലും അവസാനിക്കുന്നുണ്ടോ? നമ്മൾ ജീവിതാവസാനം വരെ അറിവുകളുണ്ട് അല്ലേ. എല്ലാ അറിവുകളിലും ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. എല്ലാ അറിവുകളിലും ആരുമില്ല. ഇപ്പൊ ഈ പ്ലാറ്റ്ഫോമിലുള്ള ആളുകൾ തന്നെ വ്യത്യസ്ത മേഖലയിൽ വ്യത്യസ്ത കഴിവുള്ള ആളുകളാണ്. എല്ലാ കഴിവുകളും ഒരാൾക്ക് സമ്മേളിച്ചിട്ടുണ്ടാവും ഇല്ല. എന്നാൽ കഴിവുണ്ട്. അപ്പൊ പുതിയ പുതിയ അറിവുകൾ നേടാം. കാലത്തിനനുസരിച്ച് പുതിയ അറിവുകൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അറിവുകൾ അപ്ഡേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക.
അതേപോലെ തന്നെ നല്ല പുസ്തക വായന. ഈ കാലത്ത് ഏറ്റവും അന്യം നിന്ന് പോയ ഒരു കാര്യമാണ് നമ്മുടെ പുസ്തക വായന. പഴയ കാര്യങ്ങൾ നമുക്കറിയാം, നമ്മുടെ വീടുകളിൽ പോലും പ്രത്യേക റൂം തന്നെ അതിനുണ്ടായിരുന്നു, ഷെൽഫ് ഉണ്ടായിരുന്നു അല്ലേ, പുസ്തകങ്ങൾ അടുക്കി വെക്കാൻ. ഇന്ന് നമ്മുടെ മക്കളാവട്ടെ നമ്മളാവട്ടെ പുസ്തക വായന ഒരുപാട് പിന്നോട്ട് പോയി. നമ്മളെ കോൺഫിഡന്റ് കൂടാൻ, നമ്മുടെ അറിവുകൾ നേടാൻ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പുസ്തകങ്ങൾ. 100 സുഹൃത്തുക്കളെക്കാൾ നല്ലതാണ് ഒരു പുസ്തകം എന്ന് പറയും. അപ്പൊ അതത്രക്കും എഫക്റ്റാണ് നമ്മുടെ വായന. APJ കലാമിന്റെ വാക്കുണ്ട്, നിങ്ങൾ ചെറിയവരല്ല പഠിച്ചു തുടങ്ങാൻ, നിങ്ങൾ വലിയവരായിട്ടില്ല പഠിപ്പ് നിർത്താൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിവുകൾ, നമ്മുടെ വായനകൾ അതൊരിക്കലും അവസാനിക്കുന്നത്, നമ്മൾ മരിക്കുന്നത് വരെ അറിവുകൾ നേടിക്കൊണ്ടേയിരിക്കണം. അറിവുകൾ നേടുന്നതിനനുസരിച്ച് ഉണ്ടാവും നമ്മുടെ കോൺഫിഡൻറ്റുകളും പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആവും. അത് മറ്റുള്ളവരുടെയും നമുക്ക് മനോഹരമായ ഒരു സ്ഥാനം കിട്ടാൻ സഹായമാകും. അപ്പൊ മറ്റുള്ള മനസ്സിൽ നമുക്ക് സ്ഥാനം കിട്ടണമെങ്കിൽ നല്ല നല്ല അറിവുകൾ നമ്മൾ നേടേണ്ടതുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, സത്യസന്ധയും വിശ്വസ്തയും. ഞാൻ പോയിന്റ് ഔട്ട് ആയിട്ട് പറയണം, കാരണം സമയം പരിമിതമാണ്, അതുകൊണ്ട് വിശദീകരിക്കാൻ സമയമില്ല. സത്യസന്ധയും വിശ്വസ്തയും ഈ കാലത്ത് ഏറ്റവും കൂടുതൽ കൈമോശം സംഭവിച്ച ഒന്നാണ് നമ്മുടെ സത്യസന്ധ വിശ്വാസം. അല്ലെ, സ്വന്തം നിഴലിനെ പോലും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടം മാറിയിട്ട്, അത് കാലഘട്ടത്തിന്റെ കുഴപ്പമാണ്. അതാരാ സൃഷ്ടിച്ചെടുക്കുന്നത്? നമ്മൾ തന്നെയല്ലേ. അപ്പൊ നമ്മൾ വിശ്വസ്തത, ഒരാൾ ചതിക്കാതിരിക്കുക, വിശ്വസിച്ചവർ വഞ്ചിക്കാതിരിക്കുക, സത്യസന്ധയോട് പെരുമാറുക, സത്യം മാത്രം പറയുക, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന അത് നമ്മുടെ പേഴ്സണാലിറ്റിയെ അടയാളപ്പെടുത്തുന്ന ഒന്നായിരിക്കും. അതുകൊണ്ട് വിശ്വസ്തയും സത്യസന്ധയും നമ്മൾ മുറുകെ പിടിക്കാൻ ശ്രമിക്കുക. ലാസ്റ്റ് ആൻഡ് ഫൈനൽ, ക്ഷമയും സഹിഷ്ണുതയും. ക്ഷമ അത് കുറച്ച് എല്ലാവർക്കും അത് ക്ഷമിക്കാൻ കഴിയണമെന്നില്ല അല്ലെ. നമ്മുടെ മുമ്പിലിരിക്കുന്ന ആളുകൾക്ക്, നമ്മളോട് തെറ്റ് ചെയ്ത ആളോട് ക്ഷമിക്കാൻ കഴിയുന്ന മനസ്സുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ നമ്മുടെ ജീവിതം അടയാളപ്പെടുത്താൻ കഴിയും അല്ലെ. മറ്റുള്ളവരോട് ഇടപഴകുമ്പോൾ, ക്ഷമയോട് പെരുമാറുമ്പോൾ, അവർക്ക് എന്തെങ്കിലും നമ്മളോട് ദേഷ്യമുണ്ടെങ്കിൽ പോലും അതിന് ക്ഷമിച്ചു കൊടുക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം. അങ്ങനെ ക്ഷമയോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം, അവരോട് പെരുമാറാൻ സാധിക്കും. അതിന് സ്വല്പം ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ. ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരാൾ നമ്മളെ എന്തെങ്കിലും ചീത്ത പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, തിരിച്ചു ചീത്ത പറയുന്ന തിരിച്ചു ചീത്ത പറയാതെ നമ്മൾ എന്ത് ചെയ്യുക, ക്ഷമ അവിടെ മുറുകെ പിടിക്കുക. അങ്ങനെ ഇത്തരം കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, സമയം പരിമിതമാണ്. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം നമ്മൾ നല്ല പുഞ്ചിരി, രണ്ടാമത്തെ കാര്യം നമ്മൾ വസ്ത്രധാരണ, ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ സംസ്കാരം, അതേപോലെ തന്നെ സ്വയം മനസ്സിലാക്കുക, നമ്മുടെ വികാരം മനസ്സിലാക്കുക. സോറി, നെറ്റ് ഒന്ന് പോയി തോന്നുന്നുണ്ട്. ഓക്കെ ആണ് അപ്പോ? ഹലോ, ഓക്കെ ഓക്കെ. അപ്പൊ ദയയും സഹാനുഭൂതിയും, നല്ല കേൾവിക്കാരാവുക, ആത്മവിശ്വാസമുള്ളവരാവുക, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുക, നല്ല അറിവുകൾ നേടുക, പുസ്തകങ്ങൾ വായിക്കുക, അതേപോലെ സത്യസന്ധയും വിശ്വസ്തയും ക്ഷമയും സഹിഷ്ണുതയും, ഇതൊക്കെ നമ്മുടെ വ്യക്തിത്വത്തെ മനോഹരമാക്കാൻ ഉതകുന്നതാണ്. ഇതൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ഇന്നത്തെ സെഷൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇതുവരെ എന്നെ കേൾക്കാൻ ശ്രമിച്ച ഒരുപാട് ആളുകൾ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ട്. വളരെ ഹൃദയത്തോട് ചേർത്ത് ഞാൻ നന്ദിയും കടപ്പാടും അതുപോലെ സന്തോഷം അറിയിക്കുന്നു. അതിലപ്പുറം ഇങ്ങനെ അവസരം നൽകിയ ഇമ്പിൾ അക്കാദമിയുടെ ഫൗണ്ടർ നമുക്കറിയാം, ബഹുമാനായ ഫൈസൽ സാർ, അതേപോലെ ജാസ്മി മാം, സജ്ജന മുസ്തഫ, അങ്ങനെ ഒരുപാട് ആളുകൾ ഇതിന് മുന്നിലും പിന്നിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാവരോടും നന്ദിയും കടപ്പാടും സന്തോഷം അറിയിക്കുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു. നിങ്ങൾ ഫീഡ്ബാക്ക് പറഞ്ഞാൽ നമുക്ക് നല്ലതായിരുന്നു.
നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു സർ. താങ്ക് യു സാർ. താങ്ക് യു സർ. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. കുറച്ച് സമയം കൊണ്ട് Thank വളരെ you, sir. ഇൻഫോർമേറ്റീവ് ആയിരുന്നു. താങ്ക് യു താങ്ക് യു മാം. സർ. പോസിറ്റിവിറ്റി എന്ന് പറയാൻ നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. താങ്ക് യു സാർ. നല്ല ക്ലാസ്, നല്ല എനർജറ്റിക് ക്ലാസ്. നല്ല ക്ലാസ് ആയിരുന്നു. വലിയൊരു വൈഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് സാറ് ഇത്ര സമയത്തിനുള്ളിൽ ഷോർട്ടായിട്ട് പറഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ കണ്ടന്റ് മനസ്സിൽ നിൽക്കുന്നുണ്ട്. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം. താങ്ക് യു. ഒരുപാട് ആൾ നല്ല ചാറ്റിംഗ് ക്ലാസ് ബോക്സിൽ ആയിരുന്നു വരുന്നുണ്ട്. സാർ. നല്ല ക്ലാസ് ആയിരുന്നു. ഒരുപാട് ഓക്കെ. പോയിന്റ്സുകൾ സാർ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിൽ തട്ടുന്നു. ഓക്കെ, താങ്ക് യു. ഇനി ആർക്കൊന്നും പറയാനില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാല്ലേ? അതെ. ഫീഡ്ബാക്ക് തന്നെ പറയുന്നുണ്ടെങ്കിൽ നോക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ആരെങ്കിലും താങ്ക് യു. പറയുന്നുണ്ടോ? ആരില്ല താങ്ക് യു. തോന്നുന്നുണ്ട്. അതെ. ഓക്കെ. താങ്ക് യു സോ